ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബിന്ദുർഭൂതം ചെറുകുന്ന് തെക്കുംപാട് കൂലോം ഭഗവതി ക്ഷേത്രത്തിലെ വളരെ സവിശേഷമായ ഒരു തെയ്യക്കോലമാണ് ബിന്ദുർഭൂതം. അപൂർവമായി മാത്രം കെട്ടിയാടിക്കുന്ന ദേവക്കൂത്ത് തെയ്യം നടക്കുന്ന അതേ കാവിൽ തന്നെയാണ് ബിന്ദുർഭൂതവും അരങ്ങിലെത്തുന്നത്. ബിന്ദുർഭൂതം എന്നത് ഭഗവതിയുടെ കൂടെ വന്ന ഒരു ഭൂതഗണമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് നിലവിലുള്ള പ്രധാന കഥ ഇങ്ങനെയാണ്. ദൈവീകമായ കാവൽ. തെക്കുംപാട് കൂലോം ഭഗവതിയുടെ പ്രധാന അനുചരനും കാവൽക്കാരനുമാണ് ബിന്ദുർഭൂതം. ഭഗവതി എഴുന്നള്ളുന്ന സമയത്ത് കൂടെ ഉണ്ടാകേണ്ട ശക്തിയാണിത്. ബിന്ദുർ എന്ന വാക്ക് തുളു ഭാഷയിൽ നിന്നാണ് വന്നതെന്ന് പറയപ്പെടുന്നു. തുളുവിൽ ബിന്ദു എന്നാൽ പന്നി എന്നൊരർത്ഥമുണ്ട്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലെ പൂന്തോട്ടം കാണാനിറങ്ങിയ ദേവകന്യകമാരിലൊരാൾ വസ്ത്രം നഷ്ടപ്പെട്ട് ഭൂമിയിൽ കുടുങ്ങിപ്പോകുന്നതാണ് ദേവക്കൂത്തിന്റെ പ്രമേയം. ഈ ദേവകന്യകയ്ക്ക് സംരക്ഷണം നൽകുന്നതിലും പിന്നീട് അവളെ തിരികെ സ്വർഗത്തിലേക്ക് അയക്കുന്നതിലും ബിന്ദുർഭൂതത്തിന് പ്രധാന പങ്കുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. തെക്കുംപാട് കൂലോത്തെ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം സ്ത്രീ കെട്ടിയാടുന്ന ഏക തെയ്യമായ ദേവക്കൂത്താണെങ്കിലും ആ ചടങ്ങുകൾക്ക് പൂർണ്ണത ലഭിക്കണമെങ്കിൽ ബിന്ദുർഭൂതത്തിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്നാണ് വിശ്വാസം. നാട്ടിലുള്ള മഹാമാരിയും കഷ്ടതകളുമൊക്കെ മാറ്റി ഭക്തന്മാർക്ക് അനുഗ്രഹം ചൊരിയുന്ന നാടിനെയും നാടിന്റെ രക്ഷകയായ ദേവിയുടെയും കാവലാളായി ബിന്ദുർഭൂതം എന്നും നിലകൊള്ളുന്നു. ദേവക്കൂത്തുപോലെ തന്നെ ഈ തെയ്യം കാണാനും നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബൈ. ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ